നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ രാവിലെ ഒരു 5-5:30 ആയിട്ട് ആ സമയത്ത് കുട്ടികൾക്ക് രാവിലെ ടിഫിനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഇവിടെ ആലു പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഇതാ റൊട്ടിക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ട് ആലുവിൻ്റെ എന്താ പറയുക ബാറ്റർ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളത് എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ മൂത്ത മോൻ പോണില്ല കോളേജിൽ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ടിഫിനിൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് ചെറുതായി വട്ടത്തിലൊന്ന് പരത്തിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ആലുവിൻ്റെ മിക്സ് നമ്മൾ ഇട്ട് ശരിയാക്കി പരത്തി എടുക്കുകയാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് നല്ലപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം നമ്മൾ എന്താ പറയുക അതിനെ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് അത് നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമ്മുടെ സബോളയോ ചെറിയ ഉള്ളിയോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ അത് എടുത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്യേ അല്ലെങ്കിൽ കുക്കറിലിട്ടിട്ട് എന്താ പറയുക മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കുകയും ചെയ്യണം. കാരണം അലച്ച നമ്മളിത് പരത്തുമ്പോൾ കട്ടയും കഷ്ണമായിട്ട് കിടക്കുകയാണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മിക്സിയിലിട്ട് അടിക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, 2 വെളുത്തുള്ളി, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഈ പച്ചമുളക് ഉണ്ടല്ലോ, എരിവിന് പച്ചമുളക്, പിന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടി മിക്സിയിലിട്ടിട്ടൊന്ന് അടിക്കുക. എന്നിട്ട് ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഇത് പച്ചയാണല്ലോ, അപ്പോൾ അതങ്ങനെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് അതിൽ കൊട്ടി നല്ലപോലെ ഒന്ന് ഇളക്കി ഉപ്പ് ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് അപ്പിക്ക് നല്ലപോലെ കട്ടയൊക്കെ ഇല്ലാത്ത വിധത്തിൽ നമ്മൾ ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒട്ടും കട്ടയില്ലാതെ കിട്ടും കേട്ടോ. അല്ലെച്ചാൽ പിന്നെ കൈ വെച്ച് നല്ലപോലെ ഉടച്ച് നമ്മൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ചപ്പാത്തിക്ക് ഇങ്ങനെ പരത്തി അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ച് എനിക്കിത് ഇപ്പോഴും സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ആലു പൊറോട്ട ഉണ്ടാക്കുക പറഞ്ഞാൽ നമുക്കത് മിക്സൊക്കെ ശരിയാക്കാനൊക്കെ എളുപ്പമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പരത്തണ സമയത്ത് എനിക്ക് എപ്പോൾ പരത്തുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ നമ്മളിത് വെച്ചിട്ട് പരത്തുന്ന സമയത്ത് പുറത്തേക്ക് വരുള്ളൂ. കല്ലിൽ മുഴുവനും ആവും, നമ്മൾ ചപ്പാത്തി കല്ലുണ്ടല്ലോ പലകയിൽ മുഴുവനും ആവും. അത്രയ്ക്കൊരു കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് വെറും സോസ് മാത്രം മതി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താ പറയുക ഉണ്ടാക്കി എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആലു പൊറോട്ട പറഞ്ഞാൽ ഇതാ പറയുമ്പോഴേക്കും അവരുണ്ടാക്കും. അവർക്ക് എപ്പോഴും ഉണ്ടാക്കിയിട്ട് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ നെയ്യ് ഒഴിക്കുകയാണെന്ന് വെച്ചാൽ നെയ്യ് ഒഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ യൂസ് ചെയ്തിട്ട് 2 ഭാഗത്തും എണ്ണ ഒഴിച്ച് നല്ലപോലെ ഇതാക്കി മറിച്ചിട്ട് എടുത്ത് നല്ലപോലെ ചുട്ടെടുക്കുക. അതാണ് നമുക്കിതിലേക്ക് കറി. ഞാനിപ്പോൾ ഇവിടെ കടലക്കറി ഉണ്ട്. പിന്നെ ഇവർക്ക് ഇഷ്ടം സോസാട്ടോ. കുട്ടികൾ സോസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ആലു പൊറോട്ട കഴിക്കുക. നമ്മുടെ പൊട്ടറ്റോയെ പറയണതാണ് കേട്ടോ ഹിന്ദിയിൽ ആലുന്ന്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊറോട്ട എന്ന് പറയാം. നമുക്ക് മലയാളത്തിൽ പറയുകയെന്ന് വെച്ചാൽ ഹിന്ദിയിൽ പറയും ആലു പൊറോട്ട എന്ന് കേട്ടോ. ഉരുളക്കിഴങ്ങിനെ ആലു എന്ന് പറയുക കാരണം ആലു പൊറോട്ട എന്ന് പറയും. നല്ല ടേസ്റ്റാണ്. നമുക്ക് വെറുതെ തിന്നാനും ഇത് സോസ് ഇല്ലെങ്കിലും കടലക്കറി ഇല്ലെങ്കിലും അരച്ച് വേറെ എന്തെങ്കിലും സബ്ജി ഇല്ലെങ്കിലും ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്കിതിൽ പച്ചമുളക് പറ്റാത്തവർക്ക് മുളക് പൊടി ആ സമയത്ത് ഇട്ടാൽ മതി. എരിവുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക എല്ലാം ഉണ്ടായില്ല. ഉപ്പും പിന്നെ നമ്മൾ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഗരം മസാലയുടെ ഒരു മണം വരും. എന്തൊരു ടേസ്റ്റ് അറിയോ. നമ്മൾ നാട്ടിലൊന്നും അങ്ങനെയൊന്നും ആദ്യം കല്യാണത്തിന് മുമ്പ് ഞാൻ നമ്മൾ സാധാരണ ചപ്പാത്തിയോ പൂരിയൊക്കെ അല്ലേ ഉണ്ടാക്കാറുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കണ്ടതും ഉണ്ടാക്കാൻ തുടങ്ങിയതും. ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ മാതിരി എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആലു ഇങ്ങനെ വന്നിട്ടേ പരത്തണ സമയത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് കല്ലിൽ വെച്ച് പരത്തണ സമയത്ത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും അറിയോ, ഈ കയ്യിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ പരത്താൻ നോക്കും പരമാവധി. കല്ലിൽ വെച്ച് പരത്തിയ അപ്പം അത് പൊട്ടി പുറത്തേക്ക് വരും. നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. ആലുവിലധികം വെള്ളം ചേർക്കാതെ, ഉരുളക്കിഴങ്ങിലധികം വെള്ളം ചേർക്കരുത്. ഉടച്ചതിന് ശേഷം എണ്ണയാണെങ്കിലും കൂടുതൽ ചേർക്കണ്ട, കുറച്ചൊരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിപ്പോൾ അവന് കൊണ്ടുപോകാനുള്ള ഒരു 3-4 എണ്ണം പൊറോട്ട ഉണ്ടാക്കി. പിന്നെ ഇപ്പോൾ അവന് പോവാറായി. അപ്പോഴേക്കും ഞാൻ ചായ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ചായ ഉണ്ടാക്കി അവന് കൊടുത്തു വിടാന്ന് കുടിച്ചിട്ട് വെറും ചായ കുടിച്ചിട്ട് അവൻ പോകുള്ളൂ കേട്ടോ. പിന്നെ അവൻ പറഞ്ഞു സോസ് മതിയെന്ന്. അപ്പോൾ സോസും ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കടലക്കറി ഉണ്ടാക്കി. കടല ഉപ്പിട്ട് വേവിച്ചെടുത്തു. സബോളയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. തക്കാളി, ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പില. ഇത് നമുക്കൊന്ന് വഴറ്റണം. എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കുരുമുളക്, പട്ട, ഗ്രാമ്പു ഇതൊക്കെ ഒരു ചെറിയ 2 പീസുകൾ എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വഴനയില അതും 2 എണ്ണം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 ജീരകത്തിൻ്റെ മണി ഇട്ട് കൊടുത്തു. ഒരു 8-10 ജീരകത്തിൻ്റെ മണിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു.
അതിന് ശേഷം നമുക്ക് ഇഞ്ചി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, അതൊന്നായി വരുമ്പോൾ നമുക്ക് നമ്മുടെ സബോളയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചതാണ്. വെളുത്തുള്ളി അധികം ഇല്ല കേട്ടോ, ഞാനൊരു 5-6 ഇതെടുത്തുള്ളൂ. അതിനകത്തൊന്ന് അരിഞ്ഞിട്ടതാണ്. പിന്നെ സബോള, ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയുണ്ട്. ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഒരു വിധം ഒന്ന് വാടിയുണ്ട്. ആ സമയത്ത് നമുക്കിടയ്ക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ തക്കാളി ഒന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് പേസ്റ്റ് ആവട്ടെ. അതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല വഴണ്ടു, ഉള്ളിയും തക്കാളിയും വഴണ്ടു കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് ആവശ്യം. അപ്പോൾ ഞാനൊരു ചെറിയ സ്പൂണിന് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മുടെ എരിവ് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇടുക. ഞാനിപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് സ്പൂണാണ് കേട്ടോ എൻ്റെ. അതിലേക്ക് ഒരു 1.5 സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം ഗരം മസാലയാണ്. ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അത് ഞാനൊരു കുഞ്ഞ് സ്പൂൺ തന്നെ അത് ഒരു 1/2 സ്പൂണിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ അത് എന്താ പറയുക, പച്ചമുളകൊക്കെ പോയി. ഞാനിപ്പോൾ കടലേക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ടു. നമ്മുടെ മസാല നല്ലപോലെ മൂത്തത് നമ്മൾ കടലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു 2 വിസിലും കൂടി അടുപ്പിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ നല്ല അടിപൊളി കടലക്കറി റെഡിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.